ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അതേപോലെ തന്നെ ഒരുപാട് നന്ദി. എന്നെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുന്നോട്ട് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കിറ്റിലേക്ക് വരാനിരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് നന്ദി എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. ഞാനൊരു സബ്ജക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ ഈ മലയാളികൾ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ കെയർടേക്കർ ജോലി തന്നെ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കെയർടേക്കർ ജോലിയിൽ മലയാളികൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ അതേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾക്കതൊരു എന്നോട് ചിലപ്പോൾ ഉദ്ദേശിച്ചു തോന്നും, എന്നാലും നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ഒരു റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും തയ്യാറല്ല. ഇപ്പോൾ ഇവിടെ വരുന്ന ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ ശ്രീലങ്കക്കാർ, ഇവർക്കൊക്കെ ഇവിടെ വന്ന് ഒരു പേപ്പറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടേതായ ഒരു ബിസിനസ്സിലേക്ക് പോകും. പക്ഷെ നമ്മളപ്പോഴും ഇതേപോലുള്ള ജോലികളെ ചൂസ് ചെയ്ത് നിൽക്കുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരു വിഭാഗമാണ് നമ്മൾ ഈ കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം, ചിലപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനും അതെ, എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിനകത്ത് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് മാസം ശമ്പളം കിട്ടുന്നു, എനിക്ക് എൻ്റേതായ ഒരു ഓവർ ചിലവുകളില്ല, ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ അതൊക്കെ തന്നെ ഞാനും ഇതുപോലെ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ് മെയിനായിട്ടും. ഈ വിഷയത്തിലേക്ക് വരാൻ പോകുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഒരാൾ ചിന്തിക്കാന്ന് വെച്ചാൽ, ഇറ്റലിയിൽ എന്താ ഓൾഡ് ഏജ് ഹോം ഇല്ലേ എന്നതിനെ പറ്റിയിട്ടായിരിക്കും. ഇറ്റലിയിൽ ഓൾഡ് ഏജ് ഹോം ഉണ്ട്. പക്ഷേ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഒരാളെ കൊണ്ടാക്കുമ്പോൾ മാസം നമുക്ക് നല്ലൊരു എമൗണ്ട് അവിടെ പേ ചെയ്യേണ്ടി വരും. ഈ വൃദ്ധരായ ആൾക്കാർക്ക് ഗവൺമെൻറ് ഇവിടുന്ന് കൊടുക്കുന്ന പെൻഷനിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ കിട്ടുന്ന പെൻഷൻ ഇവർക്ക് ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊടുക്കാവുന്നതിന് കുറവായിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ ചിലപ്പോൾ മക്കളുടെ കയ്യിൽ നിന്നൊക്കെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ഓൾഡ് ഏജ് ഹോമിലേക്ക് പരമാവധി ഇവർ ഒഴിവാക്കുന്നത്, ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കുക. ഇവർ സ്വന്തം വീടുകളിൽ തന്നെ നിർത്തി ആരെങ്കിലും ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്. അത് മെയിനായിട്ട് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇറ്റലിയിലെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് അനുസരിച്ചാണ് നമുക്ക് ഇങ്ങോട്ട് പെൻഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ കിട്ടുന്ന പെൻഷൻ കുറവായിരിക്കും. അവർ ചെയ്യുന്ന സമയത്ത് ചിലവർ ചിലപ്പോൾ ചെറിയ ജോലികളിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടാക്സ് വളരെ കുറവായിരിക്കും അടയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ പെൻഷനും കുറവായിരിക്കും. പിന്നെ പെൻഷൻ കൂടുതൽ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഇവർക്ക് മലയാളികളോടത് വല്ലാത്തൊരു സ്നേഹമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാളികളെ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ അവർ സ്വന്തം വീട് പോലെ നോക്കിക്കോളും. അവരെ സ്വന്തം അപ്പനമ്മനെ എങ്ങനെയാണ് നോക്കുന്നത്, അതേപോലെ നല്ല രീതിയിൽ അവരുടെ അപ്പനമ്മനെ ശുശ്രൂഷിക്കുന്ന ഒരു വിശ്വാസം ഇറ്റാലിയൻകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും മലയാളികളെ ചൂസ് ചെയ്യും. പിന്നെ പഴയ പോലെയല്ല, ഇപ്പോൾ ഭാഷ വളരെ അത്യാവശ്യമായതിൻ്റെ പേരിൽ ഭാഷയാണ് ഇപ്പോൾ മെയിനായിട്ട് ചോദിക്കുന്നത്. പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭാഷ വേണമെന്നുള്ള നിർബന്ധത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇറ്റാലിയൻകാർ നിന്ന് പോയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നവരും ഇവിടെ ജോലിയില്ലാതിരിക്കുന്നവരും അത്യാവശ്യം ഭാഷ പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ നമ്മളെല്ലാം റിസ്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ വന്ന് ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ ചിലപ്പോൾ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഭാര്യയും മക്കളൊക്കെ നാട്ടിലായിരിക്കും. അപ്പോൾ നാട്ടിലെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വീടെടുത്ത് താമസിക്കുക എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒരു മാസം ഒരു വീട് ഏറ്റവും ചുരുങ്ങിയത് 250 യൂറോ എങ്കിലും ഒരു മാസം വാടക വരും വീടിന്. അതിന് മുകളിലേക്കേ വരുള്ളൂ. ഏറ്റവും കുറഞ്ഞൊരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്, 250 യൂറോ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വീടുകളിൽ പോയി, ഇപ്പം നമ്മളൊരു വീട്ടിൽ പോയി കെയർടേക്കറായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു പോകും. നമ്മുടെ ഭക്ഷണം, നമുക്ക് ഇവിടെ തന്നെ ഒരു മുറി ഉണ്ടാവും, അല്ല ചിലപ്പോൾ ആ ഒരു മുറി തന്നെ ആയിരിക്കുള്ളൂ, നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു പോകും. അപ്പോൾ നമുക്ക് അധികം ചിലവ് വരില്ല. ആകെ ഒരു ചിലവ് വരിക എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, അതിപ്പോൾ ഒരു 10 യൂറോ അല്ലെങ്കിൽ ഒരു 15 യൂറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാസത്തെ കാര്യങ്ങൾ നടക്കും. പിന്നെ മിക്കവരും നമുക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകാനുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരെയും അവർ നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് അതുപോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല. പിന്നെ നമുക്കുണ്ടാകുന്ന നല്ലൊരു ചിലവ് എന്തായാലും ഒരു 50 യൂറോ അല്ലെങ്കിൽ 100 യൂറോ നമ്മുടെ കാര്യങ്ങൾ നടക്കും. പിന്നെ നമ്മളെടുക്കുന്നൊരു നമ്മൾക്ക് ഇടയ്ക്ക് പോയി ഇത്തിരി നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കാനും, അല്ലെങ്കിൽ ഒന്ന് ജോലി ഇല്ലെങ്കിൽ ഒന്ന് പോയി കുറച്ച് ദിവസം നിൽക്കാനൊക്കെ ആയിട്ട് നമ്മളൊരു അക്കോമഡേഷൻ എടുക്കും. അതും നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 60 യൂറോ അല്ലെങ്കിൽ ഒരു 70 യൂറോയിലൊക്കെ നടക്കും. അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു 100 യൂറോ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള ജോലി തിരഞ്ഞെടുത്ത് പോകുന്നത്. ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്ക് പോകുക, അല്ലെങ്കിൽ ഒരു
ഫാമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് ജോലി ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ അങ്ങനെയുള്ള ജോലികളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കേണ്ട പൈസ കൂടുതലായിരിക്കും നമ്മൾ മാസം പേ ചെയ്യേണ്ടി വരുന്നത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു വീടെടുക്കുക എന്ന് പറയുമ്പോൾ അത് വീടിൻ്റെ വെച്ചാൽ ഇവിടുത്തെ സിസ്റ്റം വെച്ചാൽ വീടിൻ്റെ വാടക വരും, വെള്ളം, പിന്നെ കറണ്ട്, പിന്നെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഒരു പൈസ എല്ലാം മാസങ്ങൾ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പം നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ കാര്യങ്ങൾ നിൽക്കില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്ന എല്ലാവരും. അതേപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക്സ്.